സുഹൃത്തുക്കളെ, നമസ്കാരം. അതിപുരാതനമായ ഗ്വാളിയർ കോട്ടയ്ക്കുള്ളിലെ മൻമന്ദിർ പാലസിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് മൻമന്ദിർ പാലസ്. ഗ്വാളിയർ ഗേറ്റിൽ നിന്നും ഈ കാണുന്ന കരിങ്കൽ വിരിച്ച പാതയിൽ കൂടി മുകളിലേക്ക് ഇങ്ങനെ നടന്നു കയറി വന്നാൽ ഗ്വാളിയർ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് മൻമന്ദിർ പാലസിൻ്റെ ഹാഥിപോൽ ഗേറ്റ് എന്ന കവാടത്തിൽ കൂടിയാണ്. ഹിന്ദിയിൽ ഹാഥി എന്നാൽ ആന എന്നാണ്. ഈ അതിഗംഭീര കവാടത്തിൻ്റെ രണ്ടു വശങ്ങളിലുമായി രണ്ട് കൊമ്പനാനകളുടെ പൂർണ്ണകായ പ്രതിമ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു. അതിനാലാണ് കവാടത്തിന് ഹാഥിപോൽ ഗേറ്റ് എന്ന ഈ നാമം വന്നത്. ഒരു അസാമാന്യ യോദ്ധാവും യുദ്ധതന്ത്രജ്ഞനും ഒക്കെ ആയിരുന്ന രജപുത്രരിലെ തോമാര വംശത്തിൽ നിന്നുള്ള രാജാ മാൻസിംഗ് തോമർ 1486 മുതൽ 1516 വരെ 30 കൊല്ലം ഗ്വാളിയർ ഭരിച്ചു. 1508 അദ്ദേഹം റെഡ് സാൻഡ് സ്റ്റോണിൽ പണി കഴിപ്പിച്ചതാണ് ഈ സുന്ദരമായ കൊട്ടാരം. ഇതുകൂടാതെ തൻ്റെ 9 റാണിമാരിൽ 9ാമത്തെ ആളായ ഗുർജാര വിഭാഗത്തിൽ നിന്നുമുള്ള മൃഗ്നയായനിക്കായി അദ്ദേഹം ഗുർജാരി മഹൽ എന്ന മറ്റൊരു കൊട്ടാരവും പണി കഴിപ്പിച്ചിട്ടുണ്ട്. അത് ഗ്വാളിയർ കോട്ടയുടെ താഴെ ഗ്വാളിയർ ഗേറ്റിന് സമീപത്തായിട്ടാണ്. കലയെയും സംഗീതത്തെയും പ്രോത്സാഹിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രശസ്ത സംഗീതജ്ഞനായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ചക്രവർത്തി എന്നും മറ്റും വിശേഷിപ്പിക്കാറുള്ള മിയ താൻസൻ. നാനാവർണ്ണങ്ങളാൽ മൂടി പിടിപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ പുറം ഭാഗത്ത് വരച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ പലതും വെയിലും മഴയുമേറ്റ് മാഞ്ഞുപോയിരിക്കുന്നു. എങ്കിലും എന്തൊരു ഭംഗിയാണ് ഇപ്പോഴും ഇതിന് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ആനയും മയിലും പുലിയും സിംഹവും വൃക്ഷലതാദികളും ഒക്കെ ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 1516 രാജാ മാൻസിംഗ് തോമർ അസുഖബാധിതനായി മരണപ്പെട്ടു. തുടർന്ന് രാജാവായ അദ്ദേഹത്തിൻ്റെ മകൻ വിക്രമാദിത്യ തോമർ 1523 ഇബ്രാഹിം ലോധിയുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഈ കോട്ടയും കൊട്ടാരവുമെല്ലാം ഡൽഹി സുൽത്താനേറ്റിൽ ചേർക്കപ്പെട്ടു. 4 നിലകളാണ് മൻമന്ദിർ പാലസ് എന്ന ഈ കൊട്ടാരത്തിന്. ഇതിൽ 1-2 നിലകൾ ഭൂമിക്കടിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ചെന്ന് ആദ്യം തന്നെ കയറുന്നത് തറനിരപ്പിലുള്ള ഈ കാണുന്ന 3ാമത്തെ നിലയിലേക്കാണ്. അനവധിയായ തൂണുകളും കമാനങ്ങളാലും സമ്പന്നമായ ധാരാളം മുറികളും മറ്റും ഉണ്ടെങ്കിലും അതിൽ പകുതിയിലേറെയും ഇടങ്ങളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. എന്നാൽ സുന്ദരമായ 2 തുറന്ന നടുത്തളങ്ങളും ഹാളുമൊക്കെ സന്ദർശകർക്കായി തുറന്നിട്ടിരിക്കുന്നു. 4 നിലകൾ ഉള്ളതിൽ ഏറ്റവും ചുവട്ടിലത്തെയും മുകളിലത്തെയും നിലകളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. 1526 1ാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധി മുഗൾ വംശ സ്ഥാപകനായ ബാബറോട് പരാജയപ്പെട്ട് മരണമടഞ്ഞതോടുകൂടി ഈ കോട്ടയും കൊട്ടാരവും മുഗൾ ഭരണത്തിന് കീഴിലായി. പിന്നീടിങ്ങോട്ട് ഈ കൊട്ടാരം ഇന്നത്തെ അമേരിക്കയുടെ കുപ്രസിദ്ധമായ ഗുണ്ടാൻമോ ബേ തടവറയ്ക്ക് സമാനമായ ഒരു ജയിലായി മാറ്റപ്പെട്ടു. അക്ബറും ജഹാംഗീറും ഔറംഗസേബും ഒക്കെ തങ്ങൾക്ക് വഴങ്ങാത്തവരെ എല്ലാം, പ്രത്യേകിച്ചും രാജാക്കന്മാരെ, ഇവിടെ ഈ മൻമന്ദിർ പാലസിൻ്റെ ഏറ്റവും ചുവട്ടിലത്തെ നിലയിലിട്ടാണ് പീഡിപ്പിച്ച് കൊന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലം മാൻസിംഗിൻ്റെ കാലത്തെ ഒരു ഇൻഡോർ തിയേറ്റർ ആയിരുന്നു. ഇവിടെയാണ് കലാപരിപാടികളും മറ്റും അരങ്ങേറിയിരുന്നത്. ഈ ഇടുങ്ങിയ ഇടനാഴികളിൽ ഇരുന്നു കൊണ്ടാണ് അന്തഃപുര സ്ത്രീകൾ കലാപരിപാടികൾ ആസ്വദിച്ചിരുന്നത്. ഭിത്തികളിൽ ഉള്ള ചതുരാകൃതിയിലുള്ള ഓപ്പണിങ്ങുകൾ അല്ലെങ്കിൽ തുളകൾ വഴിയാണ് അവർ ഹാളിൽ നടക്കുന്ന പരിപാടികളും മറ്റും വീക്ഷിച്ചിരുന്നത്. 2010 സർഹദ് കോ പ്രണാം എന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പോകുവാനിടയായി. അവിടെയുള്ള സാധാരണക്കാരുടെ ഭവനങ്ങളിൽ താമസിച്ച് അവരുടെ ഗ്രാമജീവിതം അടുത്തറിഞ്ഞു. അതുകൊണ്ടെനിക്ക് വ്യക്തമായി അറിയാം, രജപുത്ര സ്ത്രീകൾ തങ്ങളുടെ കുടുംബത്തിന് പുറത്തുള്ള
പുരുഷന്മാരുടെ മുന്നിലേക്ക് സാധാരണ വരികയില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അത് മുഖം മറച്ചാവും. ഇങ്ങനെയുള്ള മാമൂലുകൾ അന്നുകാലത്ത് രൂഢമൂലമായതിനാലാകാം ഈ പാലസിനുള്ളിൽ സ്ത്രീകൾക്ക് കലാപരിപാടികൾ വീക്ഷിക്കാനും മറ്റുമായി ഇപ്പോൾ കണ്ടതുപോലെയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അസാധ്യ കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ വലിയ ഹാളിൻ്റെ ഭിത്തികളും മറ്റും. അന്തഃപുര സ്ത്രീകൾക്ക് പരിപാടികൾ വീക്ഷിക്കാനും മറ്റുമായി ഭിത്തികളിൽ ഒരുക്കിയിട്ടുള്ള ചതുരാകൃതിയിലുള്ള തുറന്ന ഭാഗങ്ങൾ നിങ്ങളിപ്പോൾ വ്യക്തമായി കാണുന്നുണ്ടല്ലോ. ഓരോ ഇഞ്ചിലും കൈവേലകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ നടുത്തളത്തിൻ്റെ ഭിത്തികൾ കണ്ടിട്ട് ഒരു രക്ഷയുമില്ല. അടിപൊളി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ മതിയാകുമോ ഇതേക്കുറിച്ച് എന്നാണ് എൻ്റെ സംശയം. ഈ ഭാഗത്ത് നിന്നും സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന അതിവിശാലമായ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് അഥവാ നടുമുറ്റത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഭംഗിയുള്ള കമാനങ്ങളും അതിമനോഹരമായ ഗാലറികളും അവയിലൊക്കെ ചെയ്തിരിക്കുന്ന ചിത്രപ്പണികളുമൊക്കെ ഏതൊരാളുടെയും മനം കവരുന്നതാണ്. ഇതൊക്കെ കല്ലിൽ തന്നെയാണോ അതോ തടിയിലാണോ പണിതിരിക്കുന്നത് എന്ന് സംശയം മാറാൻ ഞാനെന്നല്ല ആരായാലും ഒന്ന് പിടിച്ച് തട്ടിയും മുട്ടിയും നോക്കിപ്പോകും. എന്നിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മികവോടെയാണ് ഇവ പണിതിരിക്കുന്നത്. ഖജുരാഹോയിലും തഞ്ചാവൂരിലുമൊക്കെ ഞാൻ കണ്ട ചിത്രപ്പണികളോട് കിടപിടിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ ചിത്രപ്പണികൾ എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാം. ആ വിശ്വകർമാക്കളെ ഞാൻ നമിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തേക്ക് അഥവാ താഴെയുള്ള രണ്ടാമത്തെ നിലയിലേക്ക് നീങ്ങാം. ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ, ഗ്രൗണ്ട് ഫ്ലോറിലേക്കും 4th ഫ്ലോറിലേക്കും നമുക്ക് പ്രവേശനമില്ല. പിന്നെ പോയിട്ട് 2ഉം 3ഉം നിലകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ 3ാമത്തെ നില നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഈ ഭാഗവും തൂണുകളും കമാനങ്ങളും കൊണ്ട് നിറഞ്ഞ വൃത്താകൃതിയിലുള്ള ഒരു ഹാളാണ്. ഇതിനു നടുക്കായി ചെറിയ ഒരു കുളവും അഥവാ ഇൻഡോർ പൂളും ഉണ്ടായിരുന്നു പണ്ട്. പ്രാണിമാർക്കും മറ്റും നീരാടാനായി നിർമ്മിച്ചതാണിത്. കേസർകുണ്ട് എന്നാണിതിനെ വിളിക്കുന്നത്. മുഗളന്മാരുടെ കാലത്ത് ഇത് അടച്ചുകെട്ടി ചെറിയൊരു കിണർ പോലെയാക്കി. ആരും അതിൽ വീഴാതിരിക്കാൻ ഇന്നിപ്പം ഒരു കമ്പിവലയിട്ട് അത് മൂടിയിട്ടുമുണ്ട്. ഈ കാണുന്ന ലൈറ്റില്ലെങ്കിൽ നട്ടുച്ചയോടടുത്ത ഈ നേരത്തും ഇവിടെ ഇരുട്ടായിരിക്കും. ക്യാമറയിൽ വീഡിയോ അത്ര ക്ലിയർ അല്ല എന്ന് എനിക്കറിയാം. റെഡ്മിയുടെ കുറഞ്ഞ ഒരു ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ ഇത്രയും പെർഫോമൻസേ ഇതിനുള്ളൂ. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. അടുത്ത യാത്രകളിൽ തീർച്ചയായും മാറ്റമുണ്ടാകും. വട്ടത്തിലും ചതുരത്തിലും മറ്റും ഭിത്തിയിൽ കാണുന്ന ഓപ്പണിങ്ങുകൾ വെളിച്ചവും വായുവും കടക്കാനായി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഒന്നുകൂടി പറയട്ടെ, ഇവിടെ തനി പാറക്കല്ലല്ലാതെ മറ്റൊന്നും അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചിട്ടില്ല. മുകളിലത്തെ സീലിങ്ങിൽ പോലും ധാരാളം വർക്കുകൾ കാണുന്നുണ്ട്. 2-3 ചെറിയ ആർച്ച് വാതിലുകളാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനുള്ളത്. ഒരേ സമയം ഒരാൾക്ക് നിൽക്കാനുള്ള വീതിയെ ഇങ്ങോട്ടേക്കുള്ള ഇടനാഴികൾക്കുള്ളൂ. കമാന വാതിലുകൾക്ക് പൊക്കം നന്നേ കുറവാണ്. അതിനു കാരണം ശത്രുക്കളും മറ്റും കോട്ടയിൽ പ്രവേശിച്ചാൽ, അതല്ലെങ്കിൽ അനുമതിയില്ലാതെ അപരിചിതർ ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ ആദ്യം തന്നെ തല നന്നായി കുനിച്ച് അകത്തേക്ക് നീട്ടി വാതിലിനകത്തേക്ക് കയറുമ്പോൾ 2 വശങ്ങളിലും നിൽക്കുന്ന അംഗരക്ഷകർക്ക് അവരുടെ തല പുഷ്പം പോലെ വെട്ടിമാറ്റാനാകും. അതിനു വേണ്ടിയാണ് ഇത്രയും ചെറിയ ഇടനാഴികളും കമാനവാതിലുകളും പണിതിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. എന്തുതന്നെ ആയാലും നന്നായി കുനിഞ്ഞു കടന്നില്ലെങ്കിൽ ഇന്നും തലയ്ക്ക് നല്ല മുട്ട് കിട്ടും. ഇതിനകത്തുകൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ശരിക്കും പേടി തോന്നും. അത്രയ്ക്ക് ഇരുട്ടും പിന്നെ മൊത്തത്തിലൊരു ഹൊറിഫയിങ് അന്തരീക്ഷവുമാണിവിടെ. പ്രേത സിനിമകളും മറ്റും കാണുമ്പോഴുള്ള ഒരു ഫീൽ. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ശരിക്കും ഒരു പ്രേതാലയം തന്നെ. നരിച്ചീറുകളുടെ കളിയാണിവിടെ. ഇതിനകത്തെല്ലാം അവയുടെ കാഷ്ടവും ഇഷ്ടം പോലെ കിടപ്പുണ്ട്. വവ്വാലുകളുടെ കരച്ചിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കും കേൾക്കാമായിരിക്കും എന്ന് കരുതുന്നു. താഴെ ഗ്വാളിയർ സിറ്റിയിൽ ഇവിടെ നിന്നോ ലൗഡ് സ്പീക്കറിൽ പാട്ട് വെച്ചിരിക്കുന്നതും കേൾക്കുന്നുണ്ട്. ഇതാണ് മാൻസിംഗിൻ്റെ
8 പത്നിമാരും ഒരു കാലത്ത് നീരാടിയിരുന്ന കേസർകുണ്ടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. വട്ടത്തിൽ കമ്പിവലയിട്ട് മൂടിയിരിക്കുന്ന ചെറിയ ഭാഗം. ഹിന്ദിയിൽ കേസർ എന്നാൽ കുങ്കുമം, കുണ്ട് എന്നാൽ കുളം. കേസർകുണ്ട് എന്നു പറഞ്ഞാൽ കുങ്കുമക്കുളം. ഈ കുളത്തിലെ വെള്ളത്തിൽ ധാരാളം കുങ്കുമപ്പൂവുകളും മറ്റും ഇട്ടാണ് റാണിമാർ നീരാടിയിരുന്നത്. അങ്ങനെയാണ് ഇത് കേസർകുണ്ടായത്. ഇങ്ങോട്ടേക്കുള്ള 3 ഇടനാഴികളിൽ ഏതിൽ കൂടി കയറി വന്നാലും താഴോട്ടുള്ള പടികൾ ഇറങ്ങിയാൽ കയറിയ ഇടത്തു തന്നെ തിരിച്ചെത്തും. 2-3 തവണ മറ്റിടങ്ങളിലേക്കുള്ള വഴിയെന്നു കരുതി നടന്ന് അവസാനം തിരികെ ഇവിടെ തന്നെ എത്തിയപ്പോഴാണ് എനിക്കും ഈ കാര്യം മനസ്സിലായത്. ഈ കേസർകുണ്ടിനകത്തും രജപുത്ര വനിതകൾ ഇസ്ലാമിക ആക്രമണകാരികളിൽ നിന്നും മാനം രക്ഷിക്കാനായി ജൗഹർ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ജൗഹർ എന്നാൽ എന്താണ് എന്ന് ഗ്വാളിയർ കോട്ടയുടെ കഴിഞ്ഞ ഭാഗത്തിൽ വിശദമാക്കിയിരുന്നു. ശത്രുക്കൾ കോട്ട കീഴടക്കും എന്ന് ഉറപ്പാകുമ്പോൾ മാനം രക്ഷിക്കാനായി രജപുത്ര സ്ത്രീകൾ വലിയ ചിതയൊരുക്കി പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകളും കൂട്ടത്തോടെ അതിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നതിനെയാണ് ജൗഹർ എന്ന് വിശേഷിപ്പിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഇതിന് ചുവട്ടിലുള്ള, അതായത് ഏറ്റവും താഴത്തെ നില, തടവുപുള്ളികൾക്കുള്ള ജയിലും പീഡനമുറിയും അവസാനം അവരെ കൊന്നുതള്ളാനുമുള്ള സെല്ലാറുകളായി പ്രവർത്തിച്ചിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. എത്ര ആളുകൾ ഇത്തരത്തിൽ ഈ പാലസിനുള്ളിൽ ജീവൻ വെടിഞ്ഞിട്ടുണ്ടാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു പ്രേതാലയം തന്നെ. അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ട് ഇതിനകത്ത് കൊല്ലപ്പെട്ട 100 കണക്കിനു പ്രേതങ്ങൾ ഇവിടൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടാകാം. അവരെ ഏതായാലും ചൊടിപ്പിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. ഔറംഗസേബ് തൻ്റെ സഹോദരന്മാരെ തടവിൽ പാർപ്പിച്ച് സാവധാനം കൊന്നതും ഈ കൊട്ടാരത്തിലെ തടവറകളിലായിരുന്നു. ആ ചരിത്രം പറയാൻ തുടങ്ങിയാൽ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് തൽക്കാലം അതിന് മുതിരുന്നില്ല. ഞാൻ തിരികെ മുകളിലേക്ക് കയറി വെളിയിലേക്കിറങ്ങുകയാണ്. ഉള്ളിലെവിടെയോ ഒരു ചെറിയ ഭയം. ഇനി നിന്നാൽ ശരിയാകുവേല. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ടൂറിസ്റ്റ് സീസൺ ജസ്റ്റ് തുടങ്ങിയ സമയമാണ് ഇവിടെ ഈ ഒക്ടോബർ അവസാനം. അതുകൊണ്ടാണ് ഇത്ര സുഖമായി ഇതിനകത്തെല്ലാം വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ നടന്നു കാണാൻ കഴിഞ്ഞത്. മാൻസിംഗ് പാലസിലെ നമുക്ക് പ്രവേശനമുള്ള ചെറിയ പ്രദേശത്തെ കാഴ്ചകളും മറ്റും ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റുകളായി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു പുതിയ സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി. ശുഭയാത്ര.